ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയില് എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നു. രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. 2 കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവരെന്ത് തെറ്റാ ചെയ്തുകൊള്ളട്ടെ. തെറ്റ് ചെയ്തെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ല. പ്രത്യേകിച്ച് 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ല. സ്ത്രീകളിനപ്പുറം അവർ കന്യാസ്ത്രീമാരാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്ന നിയമമില്ല. സകലമാന നിയമങ്ങളും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണല്ലോ ഈ ബജ്രംഗളിന്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഈ 2 കന്യാസ്ത്രീമാരെ ഘോഷയാത്രയോടു കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഒരു തിരുമേനിമാരുടെയും പ്രതിഷേധവും പ്രകടനം കണ്ടിരുന്നല്ലോ. അപ്പൊ അവർക്കെല്ലാം അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ബാക്കി പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കും അവർ എടുത്തിട്ടുള്ളത്. എന്തായാലും അവരും വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ആലോചിക്കേണ്ടത്.